ഇന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂന്തലും പിന്നെ വറ്റപ്പാര എന്ന് പറയാം കേട്ടോ. എൻ്റെ നാട്ടിൽ അങ്ങനെയാണ് ഈ മീനിന് പേര് പറയുന്നത്. ഇവിടെ എന്ത് കുന്തവ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഈ വെട്ടിക്കോളാന്നും പറഞ്ഞ് ഉമ്മ എടുത്തോണ്ട് പോയിട്ടാ. അപ്പോഴത്തേക്കാണ് ഇതേ മുറ്റത്തൊരു മൈനയല്ല മയില്. അത്യാവശ്യം നല്ല പീലി ഉണ്ടായിരുന്നു കേട്ടോ. അതിന് കുറേ നേരം ഞാൻ അതിനെ നോക്കി നിന്നൊന്ന് പീലി വിടർത്തിയെങ്കിലെന്നും പറഞ്ഞു. പക്ഷെ അത് വിടർത്തിയില്ല. അങ്ങനെ കൂന്തലും മീനൊക്കെ ഉമ്മ വേഗം തന്നെ നന്നാക്കി തന്ന് അടുപ്പത്ത് തീ കണ്ടപ്പോൾ ഞാൻ കൂന്തൽ വേവിക്കാൻ അടുപ്പത്ത് വെച്ച് ബാക്കിയൊക്കെ അതേ ഗ്യാസിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ ഈ കൂന്തൽ റോസ്റ്റ് ചെയ്തത്. ഷിനാജിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് മീനെടുത്ത് മുളകും ഇട്ട് കൂന്തൽ റോസ്റ്റ് ചെയ്തതേ പാവയ്ക്ക് അച്ചാറും ഉണ്ടാക്കി എന്നിട്ട് പോയി കുളിച്ച് വന്നതേ ചോറ് കഴിക്കാനിരുന്ന്. ഈ പാവയ്ക്ക് അച്ചാർ എൻ്റെ ഉമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഞാനിവിടെ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഷിനാജിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ തീർന്നപ്പോൾ തൊട്ട് എൻ്റെ പുറകെ നടക്കുകയും കുറച്ചുകൂടെ ഉണ്ടാക്കുമെന്നും പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയതാണ്. റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും റെസിപ്പി അപ്ലോഡ് ചെയ്യാവേ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഭയങ്കര കൊതി കേട്ടോ ഒരു മിഠായി കഴിക്കാൻ വേണ്ടിയിട്ട്. ആ മിഠായി ആണെങ്കിൽ മറ്റേ മണ്ണാർക്ക അജ്ഫാനിൽ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടം വരെ ഒന്ന് പോയി ഈ ഒരു ബ്ലൂ കവറിൽ വരുന്ന മിഠായില്ലേ അതാണ് എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം അതിന്. എനിക്കാണെങ്കിൽ ഇപ്പം മധുരത്തിനോടുള്ള ക്രേവിങ്സ് ഭയങ്കരമായിട്ട് കൂടി വരുവാണ് കേട്ടോ. പാവം ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഷിനാജ് എന്നെ കൊണ്ടുപോവുകയും ചെയ്ത് വാങ്ങിച്ച് തരികയും ചെയ്ത്. പിന്നെ വേറെയും കുറച്ച് ചില്ലറ മിഠായിയൊക്കെ വാങ്ങിച്ചു. ഇത് ഒറ്റ ദിവസം കൊണ്ട് തിന്നു തീർക്കാനുള്ളതല്ല കേട്ടോ. ഓരോരോ ദിവസങ്ങളിൽ കുറേശ്ശെ കഴിച്ച് തീർക്കാനുള്ള. ഇപ്പോൾ ഓവർലോഡ് കയറ്റാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം.